ജ്യോതികുമാർ ചാമക്കാല നേരത്തെ ടി പി എന്തൻ മാഷും എ സമ്പത്തും പറഞ്ഞ എ സമ്പത്തും പറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങളോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ താങ്കൾ ഉന്നയിച്ച നേരത്തെ ഗുരുതരമായ ആരോപണത്തിന് നേരത്തെ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ ഒരു ലിങ്കാണ് എനിക്ക് ടി പി എന്തൻ മാഷ് അയച്ചത്. അത് പറയുന്നത് ആസ് പാർട്ട് ഓഫ് ദ കോപ്പറേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ ഇൻ ദ ഫൈറ്റ് അഗൈൻസ്റ്റ് ഇന്റർനാഷണൽ ടെററിസം, ഇന്ത്യൻ ലോ എൻഫോഴ്സ്മെന്റ് ഒഫീഷ്യൽസ് വെർ പ്രൊവൈഡഡ് ഡയറക്റ്റ് ആക്സസ് ടു ഇന്റർവ്യൂ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, ദ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അനൗൺസ് ടുഡേ എന്ന് പറയുകയാണ്. പറഞ്ഞോളൂ ചാമക്കാല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനകത്തൊരു മാറ്റവുമില്ല. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇവിടെ BJPയുടെ പ്രതിനിധി കുറേ കാര്യങ്ങൾ പറഞ്ഞു. കെ മുരളീധരൻ വടകരയിൽ പോയതിനെ സംബന്ധിച്ചും വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നതിനെ സംബന്ധിച്ചും ഒക്കെ കെ മുരളീധരൻ തോറ്റിട്ടുണ്ട്, പല തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ KPCയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കെ സുരേന്ദ്രൻ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ടോ? അതുകൊണ്ടൊന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ എന്തായാലും ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പറയാം. പിന്നെ പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്നൊക്കെ പറയുമ്പോൾ നന്നായിരിക്കട്ടെ, എന്നും പതുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഏതായാലും BJP നമ്മളിപ്പോൾ ഗൗരവത്തിൽ കാണുന്നില്ല. അവരെ സഹായിക്കാൻ അവരും CPM തമ്മിലൊരു ധാരണയിലാണല്ലോ. കാരണം BJP പരമാവധി CPMനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് BJPക്ക് ഇവിടെ നിന്ന് ജയിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ BJPയുടെ പ്രതിനിധിയോട് പറഞ്ഞു, കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമോ? ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു സീറ്റിലും ജയിക്കാൻ കഴിയില്ല. ഈ ചർച്ചയിലൂടെ ഞാൻ പറയുന്നു, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഒരു സീറ്റിലും കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി CPMനെ സഹായിക്കുന്ന നിലപാടിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഞാൻ ശ്രീ സമ്പത്ത് പറഞ്ഞതിലേക്ക് നേരിട്ട് വരികയാണ്. കാരണം BJP കൂടുതൽ മറുപടിക്ക് സമയം കളയേണ്ട കാര്യമില്ല. ശ്രീ സമ്പത്തും BJPയുടെ പ്രതിനിധി അറിയാൻ വേണ്ടി ഹരിയാനയിലും രാജസ്ഥാനിലും ഉൾപ്പെടെ BJPയുടെ സിറ്റിംഗ് MPമാർ ഇന്നും ഇന്നലെയുമൊക്കെ കോൺഗ്രസിൽ ചേരുന്നുണ്ടെന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. പിന്നെ അദ്ദേഹം നേമത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും നേമത്തെ UDF 3ാം സ്ഥാനത്ത് പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മഞ്ചേശ്വരത്ത് ആരാണ് 3ാം സ്ഥാനത്ത്? അതുപോലെ തന്നെ കാസർഗോഡ് ആരാണ് 3ാം സ്ഥാനത്ത്? അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാടുണ്ടെന്നേ, നമുക്ക് പറഞ്ഞു പോകാം, ഒരുപാട് പറഞ്ഞു പോകാം. പാലക്കാട് ആരാണ് 3ാം സ്ഥാനത്ത്? അപ്പോൾ അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ കേരളത്തിൽ നിന്ന് അൽഫോൻസ് കണ്ണന്താനം ഉൾപ്പെടെയുള്ളവർ, വിശ്വനാഥ മേനോൻ ഉൾപ്പെടെയുള്ളവർ BJPയിൽ പോയത് അൽഫോൻസ് കണ്ണന്താനം കേരളത്തിൽ നിന്നുള്ള CPMൻ്റെ MLA ആയിരുന്നു എന്നുള്ള കാര്യം താങ്കൾ മറക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ താങ്കൾ പറഞ്ഞു പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവാകാനുള്ള നമ്പർ പോലും ഞങ്ങൾക്കില്ല. ശരിയാണ്, നമ്പറില്ല, പ്രതിപക്ഷ സ്ഥാനം തന്നിട്ടുമില്ല. അപ്പോൾ ജ്യോതി ബസു പ്രതിപക്ഷ നേതാവ് സ്ഥാനം തന്നതിനെ കുറിച്ച് പറഞ്ഞു. 1952 പാർലമെൻറ്റിൽ അന്ന് ഞങ്ങൾ പ്രതിപക്ഷം ഇല്ലാതിരുന്നിട്ടും CPMൻ്റെ പ്രതിനിധിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുത്ത ജവഹർലാൽ നെഹ്റുവിനെ കൂടി താങ്കൾ ഓർക്കണമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. ഏതായാലും ഇവിടെ BJPക്കെതിരെ നിങ്ങൾ പോരാട്ടം തുടങ്ങും എന്ന് പറയുമ്പോൾ ശ്രീ സമ്പത്ത്, ഈ ചർച്ച കഴിഞ്ഞിട്ടെങ്കിലും താങ്കൾ മുഖ്യമന്ത്രി ഒന്ന് വിളിക്കണം. ജ്യോതി ഒരു സെക്കൻഡ്, ജ്യോതി തർക്കമല്ല, തർക്കമല്ല. ഒന്ന്, അന്ന് CPIM ഇല്ല. രണ്ട്, അന്ന് പ്രതിപക്ഷ നേതാവ് ജ്യോതി സ്നേഹപൂർവ്വം നമ്മൾ തർക്കമല്ല, ഒരു ഫാക്ച്വൽ കറക്ഷനാണ്. അന്ന് CPIM ഇല്ല. ഒന്ന്. രണ്ട്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് പ്രതിപക്ഷ നേതാവിന്റെ പദവി നൽകിയിട്ടില്ല. ഔദ്യോഗികമായി നൽകിയിട്ടില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അന്ന് ഗ്രൂപ്പിന്റെ നേതാവ് ഔദ്യോഗികമായി നൽകിയിട്ടില്ല. പക്ഷേ ആ സ്ഥാനം നൽകിക്കൊണ്ട് തന്നെ ബഹുമാനം നൽകിയിരുന്നു സമ്പത്ത്. ഗ്രൂപ്പിന്റെ നേതാവായി, പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് പോയിട്ടുള്ളത്. ശ്രീ കാര്യം യാഥാർത്ഥ്യമാണ്, ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി അവിടെ എനിക്ക് സമയമില്ല, താങ്കൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് പിന്നീട് വാദിക്കാനെ കുറിച്ച് ഞാൻ പറയുന്നു. താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു ഭാഗം ശരിയാണ്. ഞാൻ CPM ഉദ്ദേശിച്ച ഇടതുപക്ഷം. ഇതിൽ രണ്ടുപേർ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞാൽ AKജിയെ അത്തരത്തിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ നേതാവായി കണ്ടിരുന്നു, ആ സ്നേഹ ബഹുമാനം നൽകിയിരുന്നു. പക്ഷെ ഔദ്യോഗികമായിട്ടല്ല. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നടന്നത്. അപ്പം ഞാൻ പറഞ്ഞത് പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ജ്യോതി ബസു നൽകിയെന്ന് പറയുന്ന അതേ സ്ഥാനം ഞങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് താങ്കളെ ഓർമ്മിച്ചെന്ന് മാത്രം. ഇവിടെ നോക്കൂ, BJPക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുമെന്ന് പറയുമ്പോൾ എനിക്ക് താങ്കളോട് സൂചിപ്പിക്കാനുള്ളത്, താങ്കൾ ഈ ചർച്ച കഴിഞ്ഞിട്ടെങ്കിലും ദയവേത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഏകാധിപതി, ഏകരാജാവ്, അഥവാ നിങ്ങളുടെ എല്ലാം സർവം അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോടൊന്ന് പറയണം, ഈ LJDയുടെ MLAമാരെ ദയവ് ചെയ്ത് കർണാടകത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അയക്കരുതെന്ന് പറയണം. മിനിമം. എന്തുകൊണ്ടാണ്? LJDയുടെ MLAമാർ, മന്ത്രി ഉൾപ്പെടെ, കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ, മാത്യു ടി തോമസ് ഉൾപ്പെടെ കർണാടകത്തിലേക്ക് അബദ്ധവശാൽ പോലും തെരഞ്ഞെടുപ്പിന് അയക്കരുത്. കാരണം അവർ NDA മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ NDAയുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2 MLAമാരെ, അതിലൊരാളെ മന്ത്രിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി കർണാടകത്തിൽ പോയാൽ NDAയുടെ ഘടകകക്ഷികൾക്ക് വേണ്ടി, ഞാൻ ചോദിക്കട്ടെ, അവിടെ LJDയുടെ ഘടകകക്ഷികൾക്ക് വേണ്ടി LJDയുടെ നേതാവെന്ന നിലയിൽ അവിടെ ദേവഗൗഡയുണ്ട്. ദേവഗൗഡയുടെ പ്രതിനിധികളായി നിൽക്കുന്ന 2 MLAമാർ, ഒരു മന്ത്രി, കൃഷ്ണൻകുട്ടി അവിടെ പോയാൽ ആർക്ക് വേണ്ടി സംസാരിക്കും?
ശരി. അവിടെ എൽ ജി ഡിയുടെ ശരി, നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇനിയും ഇത്തരം ആരോപണ പ്രത്യാരോപണം ഉണ്ടാകും, ഇനിയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ കൂടുതൽ സഖ്യത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉണ്ടാകും. കാര്യം ഇത് ഇലക്ഷൻ കാലമാണ്, നമുക്ക് വീണ്ടും ഇരിക്കാം. നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞാൽ ക്ഷമിക്കണം എന്നോട്. ഇപ്പോൾ വരുന്ന വാർത്ത സൗദിയിൽ മാസപ്പുറ കണ്ടു എന്നുള്ളതാണ്. നാളെ സൗദിയിൽ റംസാൻ വ്രതാരംഭമാണ്. പക്ഷേ നമുക്കിവിടെ മറ്റന്നാൾ മാത്രമേ ഉള്ളൂ വ്രതാരംഭം. അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി. ഇനി